എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നേരെ നമുക്ക് സുമിത്രയുടെ ആ ഒരു കഥയിലേക്ക് പോയാലോ. കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് പൂജ അമ്മ പറഞ്ഞതനുസരിച്ച് തന്നെ ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോവാൻ തുടങ്ങുകയാണ്. അപ്പൊ പൂജ വിചാരിക്കുന്നുണ്ട് അപ്പുവേട്ടൻ ഏതോ ഒരു കൂട്ടുകാരനെയൊക്കെ കാണാൻ പോകണമല്ലോ, അതുകൊണ്ട് തന്നെ ഇനി അപ്പുവേട്ടനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട, പങ്കജ് ഫ്രീ ആയിരിക്കുമല്ലോ, പങ്കജിനെ വിളിക്കാമെന്ന് വിചാരിച്ച് പൂജ ഫോൺ എടുക്കുകയാണ്. അങ്ങനെ പങ്കജ് കുമാരൻ കോൾ എടുത്ത പാടെ എന്റെ പൊന്നു പൂജ, ഞാനിപ്പോ നിന്നെ കുറിച്ചിട്ട് ഓർത്തതേ ഉള്ളൂ. എന്തായാലും നീ എന്താ വിളിച്ചേന്ന് ചോദിക്കുകയാണ്. അതെ പങ്കജ്, എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്, അപ്പൊ പങ്കജ് എന്നോടൊപ്പം വരുമോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ, ഞാൻ റെഡിയാണ്. എന്നാ ഒരു കാര്യം ചെയ്യ്, പങ്കജ് ഇങ്ങ് അപ്പുവേട്ടന്റെ വീട്ടിലേക്ക് വാ, ഞാൻ ഇവിടെയാണിപ്പോ ഉള്ളതെന്നുള്ള കാര്യം പറയാണ്. ഞാൻ ഇപ്പൊ തന്നെ വരാന്നും പറഞ്ഞ് പങ്കജ് അങ്ങനെ വലിയ കാര്യത്തിന് കോള് കട്ട് ചെയ്യാണ്. അപ്പൊ ചിത്രയും അതുപോലെ തന്നെ ദീപുവും നമ്മുടെ ആ ഒരു പൂജയുടെ സൈഡിൽ വന്ന് ഇങ്ങനെ നിന്നിട്ട് ചോദിക്കുകയാണ്, അല്ല മോളെ നീ ഇതാരെയാ വിളിക്കുന്നത്, നീ എവിടെ പോകുന്ന കാര്യമാണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പൂജ പറയാണ്, അതെ അമ്മ ആ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറഞ്ഞു, നമ്മൾ അന്ന് പോയി ബലിയിട്ടില്ലേ, ആ ഒരു ക്ഷേത്രത്തിൽ പോണ കാര്യമാണ്. അപ്പം അപ്പുവേട്ടന് സഹായത്തിന് ഇപ്പൊ വിളിക്കാനായിട്ട് പറ്റില്ല, അപ്പുവേട്ടന്റെ കൂട്ടുകാരനുമായിട്ട് എന്തോ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞാണല്ലോ പോയത്, അതുകൊണ്ട് ഞാൻ പങ്കജിനെ സഹായത്തിന് വിളിച്ചതാണെന്ന് പറയാണ്. അല്ല മോളെ, ചിത്രാൻറ്റി വരുമായിരുന്നല്ലോ, പിന്നെ മോൾ എന്തിനാ ഇപ്പൊ പങ്കജിനെ സഹായത്തിന് വിളിച്ചത്? ചിത്രാൻറ്റിക്ക് ഒരുപാട് ജോലി ഈ വീട്ടിലില്ലേ, ആന്റിയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. പങ്കജാവുമ്പോ ഫ്രീയും ആണ്, അവനിപ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം നമ്മുടെ ദീപു ആണെങ്കിൽ കിള്ളി ചോദിക്കാൻ തുടങ്ങി, അല്ല മോളെ എന്തിനാണിപ്പോ ക്ഷേത്രത്തിൽ പോകുന്നത്? അതോ, അത് അമ്മ പറഞ്ഞത് അമ്മ അന്ന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടത് അനിരുദ്ധേട്ടനെ തന്നെയാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു ക്ഷേത്രത്തിലെ CCTV ഫുട്ടേജ് നോക്കിയാലോ, അല്ലെങ്കിൽ തിരുമേനിയോട് പോയി അന്വേഷിച്ചാലോ, ഒരുപക്ഷെ അനിയേട്ടനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാലോ. അമ്മ അനിയേട്ടന്റെ ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് അന്വേഷിക്കാന്ന് വിചാരിച്ചിറങ്ങുകയാണ്. പങ്കജാകുമ്പോ അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുകയല്ലേ എന്നും പറഞ്ഞ് അങ്ങനെ ഇവര് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മുടെ പങ്കജ് എത്തുകയാണ്. പങ്കജ് വന്ന പാടെ തന്നെ ദീപു ആണെങ്കിലോ, എന്റെ ദൈവമേ ഇനി ഇപ്പൊ തുടങ്ങും, അപ്പുവിന്റെയും പൂജയുടെയും കാര്യം പറഞ്ഞ് ഇവൻ ഇപ്പൊ എന്റെ ചെവി തിന്നാൻ തുടങ്ങുമെന്നും പറഞ്ഞ് ദീപു അവിടെ അങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലോ പങ്കജ് രഹസ്യമായിട്ട് വന്ന് നമ്മുടെ ആ ഒരു ദീപുവിന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ ദീപുവിനോട് പറയാണ്, ഇതേ അങ്കിളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അങ്കിളിനോട് തന്ന ആ ഒരു പൈസക്കൊക്കെ എന്തെങ്കിലും ഒരു നന്ദിയും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കടപ്പാടും ഒക്കെ അങ്കിള് കാണിക്കണം. അങ്കിളിപ്പോ എന്താ ചെയ്യുന്നത്, പൂജ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചതാണ് ഞാൻ, പക്ഷെ അങ്കിളിന്റെ മകൻ തന്ത്രപൂർവ്വം അവളെ അങ്കിളിന്റെ വീട്ടിലേക്ക് ആക്കി. പക്ഷെ ഞാനിതൊന്നും സഹിക്കുമെന്നൊന്നും അങ്കിള് വിചാരിക്കുമൊന്നും വേണ്ട, അങ്കിൾ എന്നോട് വാങ്ങിച്ച ആ ഒരു കാശിന് എന്നോട് അല്പമെങ്കിലും നന്ദി കാണിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനും പൂജയും കൂടെ ഇപ്പൊ അവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അങ്കിളിന്റെ മോൻ വരികയാണെങ്കിൽ അവൻ എന്തെങ്കിലും ഉടക്ക് വെച്ചാല് അങ്കിളത് ബ്ലോക്ക് ചെയ്തോണമെന്ന് പറയാണ്. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോ എന്റെ പൊന്നു പങ്കജേ, നീ ഇവിടെ വന്ന് എന്നോട് ഈ കാശിന്റെ കാര്യമൊക്കെ സംസാരിക്കുന്നത് ചിത്രയോ അല്ലെങ്കിൽ പൂജയോ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മതി, ഇനി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. നീ ദയവ് ചെയ്തൊന്നും മിണ്ടാതെ ഇരിക്ക്, പൂജ വരുന്നുണ്ട്, ഒന്നും ശബ്ദിക്കരുത് കേട്ടോ എന്നും പറഞ്ഞ് പങ്കജിനെ ഒരു മൂലയ്ക്ക് നിർത്തുകയാണ് ദീപു. അങ്ങനെ പൂജ, പങ്കജ് വന്നോ, എന്നാ ബാ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവരിറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ അപ്പു അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പൊ വരുമ്പോഴത്തേക്കിനും, അല്ല വന്നിപ്പോ ഇവൻ ഈ വീടിനകത്തായോ, എന്താണാവോ പങ്കജ നീ വന്നതിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. അതോ, പൂജയ്ക്ക് ആ ക്ഷേത്രം വരെ ഒന്ന് പോവാനുണ്ട്, അപ്പൊ പൂജ എന്നെയാണ് സഹായത്തിന് വിളിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പങ്കജ് പറയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധിനെയും അനന്യയും ഒക്കെയാണ് കേട്ടോ. രണ്ടുപേരും ഒരുമിച്ച് ഇനി മുന്നോട്ട് പോവാമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇനി ഈ ഒരു വീട്ടിൽ നിന്നുകൊണ്ട് തങ്ങൾ ഒരുമിക്കുന്ന കാര്യം അത് സംശയം ഭയങ്കരമായിട്ട് തന്നെ ഉണ്ടാകും. എന്താന്ന് വെച്ചാൽ പ്രേമയാണെങ്കിൽ ഇവരെങ്ങനെ തമ്മിൽ തെറ്റിക്കാമെന്നുള്ള കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ അനിരുദ്ധും അനന്യയും ചേർന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്.
അവരുടെ ആ ഒരു നാട്ടില് നമ്മുടെ അനിരുദ്ധിന്റെ ആ ഒരു പഴയ ശ്രീനിലയം ഉണ്ടല്ലോ, ശ്രീനിലയത്തിനടുത്ത് തന്നെ ഇവരൊരു വീട് നോക്കുകയാണ്. തൽക്കാലം വാടകയ്ക്ക്, പിന്നീട് അത് സ്വന്തമാക്കാം എന്നുള്ള ആ ഒരു പ്ലാനിങ് ഒക്കെയാണ്. അങ്ങനെ നമ്മുടെ സ്വരമോളെ കൊഞ്ചിച്ചുകൊണ്ട് അച്ഛൻ ആയ അനിരുദ്ധ് ആ ഒരു കാര്യങ്ങളെല്ലാം പറയാട്ടോ. അപ്പൊ സ്വരമോള് പറയുന്നുണ്ട്, അച്ഛൻ നമ്മൾ എങ്ങോട്ട് പോകുന്ന കാര്യം അച്ഛൻ ഈ പറയുന്നത്? മോളെ, അച്ഛന്റെ തറവാട് വീടിന്റെ അടുത്ത് തന്നെ നമ്മളൊരു പ്ലോട്ട് നോക്കിയിട്ടുണ്ട്. അപ്പം തൽക്കാലം ഇപ്പൊ അവിടെ വാടകയ്ക്കാണ്. അതിനുശേഷം നമുക്ക് ഒരു ചെറിയ വീട് വെക്കണമെന്നുള്ള കാര്യമൊക്കെ കുഞ്ഞിനോട് പറയാം. അപ്പൊ പ്രേമയാണെങ്കിൽ ആ ഒരു ഡൈനിങ് ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവർ ഈ കുഞ്ഞിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം പ്രേമ കേൾക്കുന്നുണ്ട്. പ്രേമയ്ക്കാണെങ്കിൽ നല്ലതുപോലെ കലിയുണ്ട്. കണ്ണേ കണ്ണേ പൊന്നെ പൊന്നെന്നും പറഞ്ഞ് വളർത്തിയതാണല്ലോ നമ്മുടെ അനന്യയെ. അപ്പൊ അനന്യ അങ്ങനെ കൈവിട്ടു പോകാനായിട്ട് പ്രേമ ഒരു കാരണം വെച്ചാലും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രേമ ഇതെല്ലാം ഇങ്ങനെ കേട്ടിരുന്ന് ഇനി എന്ത് രീതിയിലാണ് അനന്യയുടെ മനസ്സ് മാറ്റാനായിട്ട് പറ്റുക എന്നുള്ള ആ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വരമോള് പറയുന്നുണ്ട്, അച്ഛ നമ്മുടെ ആ ഒരു തറവാട് വീട് എന്നെ കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെന്താ മോളെ, ആ ഒരു തറവാട് വീട് മോളുടെ അച്ഛൻ ആർക്കോ വിറ്റു. പക്ഷെ എന്നാലും നമുക്ക് കാണുന്നതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ. അച്ഛനും അതുപോലെ തന്നെ മോളുടെ ആ ഒരു അച്ഛമ്മയും അച്ഛനും എല്ലാരും ജീവിച്ചിരുന്ന ആ ഒരു വീട് ഞങ്ങളുടെ സ്വർഗമായിരുന്നു ആ ഒരു വീട് എന്നുള്ള കാര്യമൊക്കെ അനിരുദ്ധ് ഇങ്ങനെ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മള് വീണ്ടും നമ്മുടെ സുമിത്രയെ കാണിക്കുകയാണ്. സരസ്വതി അമ്മയാണെങ്കിലോ ഓരോ വയ്യായികയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ തന്നെ കിടപ്പാണ്. അപ്പൊ കാര്യങ്ങളെല്ലാം നമ്മുടെ സുമിത്രയാണ് നിർവഹിച്ചു കൊടുക്കുന്നതും ഒക്കെ. അങ്ങനെ തരാതരത്തിന് ജ്യൂസ്, അതുപോലെ ഷെയ്ക്ക്, പിന്നെ ഫുഡ്, ഇങ്ങനെ ഓരോരോ ഓർഡറുകളും ഒക്കെ ഇട്ട് നമ്മുടെ സരസ്വതി അമ്മ സുമിത്രയെ വട്ടം കറക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ രഞ്ജിത വരികയാണ്. രഞ്ജിതയ്ക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോ സുമിത്ര അതേ സ്പീഡിൽ പറഞ്ഞല്ലോ പറ്റില്ല എന്നുള്ള കാര്യം. അപ്പം അതിന് ബദലായിട്ട് ഒരു വലിയ ലിസ്റ്റ്, അതായത് അവര് ഡെയിലി കഴിക്കുന്ന ആ ഒരു ഫുഡിന്റെ മെനു ആയിട്ടാണ് നമ്മുടെ രഞ്ജിത എത്തിയിരിക്കുന്നത്. രഞ്ജിത വന്നതും വലിയൊരു പേപ്പർ എടുത്ത് സുമിത്രയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. വാല് പോലെ തന്നെ അരവിന്ദനും കൂടെയുണ്ട്. അങ്ങനെ ഇവര് സംസാരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ സുമിത്രയോട് രഞ്ജിത പറയുന്നുണ്ട്, അതെ ഇത് ഞങ്ങൾ ഓരോ ദിവസവും കഴിക്കുന്ന ഫുഡിന്റെ ആ ഒരു മെനു ആണ്. അപ്പം ഈ മെനു അനുസരിച്ച് വേണം സുമിത്ര നീ ഓരോ ദിവസവും ഫുഡ് ഉണ്ടാക്കാൻ. അപ്പൊ ഇത് കേട്ട് സുമിത്ര അങ്ങ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ സുമിത്രയ്ക്ക് ഒരു കളിയാക്കി ചിരി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കളിയാക്കിക്കൊണ്ട് ചിരിക്കുമ്പോഴത്തേക്കിനും രഞ്ജിതയാണെങ്കിലും മന്ദബുദ്ധി കളിക്കുകയാണ്. കാര്യം ഇവള് കളിയാക്കുന്നതാണെന്ന് രഞ്ജിതയ്ക്ക് പിടികിട്ടുന്നേ ഇല്ല. അങ്ങനെ രഞ്ജിത ഇങ്ങനെ ഇവൾ ഉണ്ടാക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു ലിസ്റ്റ് എടുത്ത് സുമിത്രയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത പാടെ തന്നെ സുമിത്ര പറയുന്നുണ്ട്, അതെ രഞ്ജിത, ഞാൻ ഇവിടെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാനാണ് വന്നത് എന്ന് നിന്നോട് ഒന്നല്ല ഒരു 9 വട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നീ ആണെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. നിനക്ക് ഫുഡ് ഉണ്ടാക്കി തരാനോ, നിന്റെ മകന് ഫുഡ് ഉണ്ടാക്കാനോ, നിന്റെ കെട്ടിയോന് ഫുഡ് ഉണ്ടാക്കാനോ ഒക്കെ നീ ഇവിടെ വേറൊരാളെ വെക്കേണ്ടി വരും. ഞാൻ നിന്റെ ഈ മെനു അനുസരിച്ച് ഭക്ഷണം ഒന്നും ഉണ്ടാക്കി തരില്ല. ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയല്ല കേട്ടോ എന്നും പറഞ്ഞ് രഞ്ജിതയോട് മുഖത്തടിച്ചതുപോലെ സംസാരിക്കുകയാണ് സുമിത്ര. അപ്പൊ രഞ്ജിതയാണെങ്കിൽ ആകെ മൊത്തം ചൂളി നിൽക്കുകയാണ്. എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നതും പോരാ, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പോലും ഇവൾക്ക് ഒരല്പം പോലും മനസ്സില്ല. അങ്ങനെ രഞ്ജിത മുഖം കറുപ്പിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ സുമിത്ര ഇതൊന്നും മൈൻഡാതെ അവിടുന്ന് അങ്ങ് പോവുകയാണ്. അപ്പൊ റൂമിലേക്ക് ചെല്ലുന്ന നമ്മുടെ സുമിത്ര കാണുന്ന ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ്. കാല് വയ്യാതെ കാല് കെട്ടിത്തൂക്കി ഇട്ടിരുന്ന നമ്മുടെ സരസ്വതി അമ്മ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങി വരുന്നു. അപ്പൊ ഇത്രയും ദിവസം ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു കൊണ്ടിരുന്ന സുമിത്ര കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് ഒരു കുഴപ്പമില്ലാതെ കൂളായിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സരസ്വതി അമ്മയാണ്. ചേടാ, സരസ്വതി അമ്മ ഇങ്ങനെ വരുന്നത് കണ്ട് സുമിത്ര അമ്പരന്ന് നിൽക്കുക കേട്ടോ. അത് കണ്ട് സരസ്വതി അമ്മയാണെങ്കിലും മൊത്തത്തിൽ നാണം കെട്ട അവസ്ഥയിലുമായി. സരസ്വതി അമ്മയാണെങ്കിൽ അയ്യോ ഇത് ഇവള് കണ്ടുപിടിച്ചല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും അമ്മ ഇത് എന്താ ഈ കാണിക്കുന്നത്, എന്തിനാ അമ്മ ഇങ്ങനൊരു വേഷം കെട്ടെടുത്തതെന്ന് സുമിത്ര ചോദിക്കുകയാണ്. അപ്പം സുമിത്രയോട് പറയുന്നുണ്ട്, എന്റെ പൊന്നു മോളെ നീ ഒച്ച ഉണ്ടാക്കല്ലേ, ഇങ്ങ് വന്നേ, അമ്മ ഒരു കാര്യം പറയാന്നും പറഞ്ഞ് പതിയെ പിടിച്ച് അവിടെ ഇരുത്തുകയാണ്. അങ്ങനെ സരസ്വതി അമ്മ സുമിത്രയോട് താൻ ഇതുവരെ അഭിനയിച്ചതാണ് എന്നുള്ള ആ ഒരു സത്യം അത് തുറന്നു പറയുകയാണ്. എന്തായാലും അരവിന്ദന്റെ വണ്ടിക്ക് മുന്നിലാണല്ലോ സരസ്വതി അമ്മ ചാടിയത്. അതുകൊണ്ട് തന്നെ സരസ്വതി അമ്മയ്ക്ക്
അവന്റെ മുന്നിലായതുകൊണ്ട് ഒരുപാട് അഭിനയിക്കേണ്ടിയൊന്നും വന്നില്ല. വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ പുള്ളിക്കാരൻ വിചാരിച്ചു, അയ്യോ ഇത് എന്റെ വണ്ടി കയറി കാലൊടിഞ്ഞത് തന്നെയാണെന്ന്. അങ്ങനത്തെ അത്തരത്തിലുള്ള സൂപ്പർ ഹിറ്റ് കഥയാണ് അപ്പൊ നാളെ വരുന്നത്. നമ്മൾ ഇന്ന് പ്രൊമോ വീഡിയോ ഇടാനായിട്ട് ഇച്ചിരി വൈകി കേട്ടോ. ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്ന കൊണ്ടാണ്. പിന്നെ തമ്പനയിലിന്റെ കാര്യം ഒന്നുകൂടെ പറയാണ്. തമ്പനയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിലേക്ക് ആൾക്കാർ എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. അതുകൊണ്ട് അത് എല്ലാവരും ഒന്ന് സഹകരിക്കുക. നമ്മളെന്തായാലും കഥ പറയുന്നത് കറക്റ്റായിട്ട് തന്നെയാണ്. അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു. താങ്ക്